ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പം ഞാൻ ഈ രാവിലെ എന്താ കണ്ണാടി മുമ്പ് അങ്ങോട്ടും ഇങ്ങോട്ടും തിരിഞ്ഞ് കാണിക്കുന്നില്ല. ഞാനപ്പോൾ റെഡിയായി നിൽക്കുകയാണ് കേട്ടോ. ഇപ്പോൾ സമയം വെളുപ്പാങ്കാലം ഒരു 3:30-4 മണി ആവാറായി കാണും. ഞാൻ ഒരുങ്ങി എങ്ങോട്ടാണെന്നല്ലേ, ഞാൻ കുറച്ച് അമ്പല ദർശനത്തിലേക്ക് പോവുകയാണ് ഗൈസ്. അപ്പം അമ്മ എഴുന്നേച്ചില്ല. അമ്മയുടെ റൂമിലേക്ക് പോയി പൗഡർ കേട്ടോ. ഈ പൗഡർ ഇല്ലായിരുന്നു ഇടാനായിട്ട്. അങ്ങനെ ഞാൻ എന്താ നട്ടപ്പാതിലേക്ക് ഇറങ്ങി കുഞ്ഞോളെ വീട്ടിലോട്ട് പോവുകയാണ്. അപ്പം ഞങ്ങളെല്ലാവരും ഒരുമിച്ചാണ് പോകുന്നത്. അവിടെ എണീറ്റ് കഥ തുറന്ന് വയ്ക്കാൻ പറഞ്ഞിട്ട് ഞാൻ മെസ്സേജ് വെച്ചിട്ട് ഞാനങ്ങ് പോവുകയാണ് കേട്ടോ. പന്നി ശല്യം ഉള്ളത് കാരണം ഒന്ന് ജസ്റ്റ് പേടിച്ചിട്ട് ഓടിയങ്ങ് പോയി. അപ്പോൾ അവരെ വീട്ടിൽ ഞാൻ ബെല്ലയിൽ ചെന്നിട്ട് ബെല്ലൊന്നും അടിച്ചില്ല. അവളെ പിന്നെ പതുക്കെ കോൾ ചെയ്ത് വിളിച്ചു. അവിടെ നിന്ന് പൗഡർ വാങ്ങിച്ചപ്പോൾ നമ്മൾ വാഹനം എത്തി കേട്ടോ. അങ്ങനെ അവളെ വണ്ടിയിൽ കയറി നമ്മൾ എങ്ങോട്ട് പോവുകയാണ്? കൊട്ടാരക്കര ഗണപതി കോവിലാണ് നമ്മൾ ആദ്യം പോയത് കേട്ടോ. നമ്മൾ തിരുവൈരാണിക്കുളത്തേക്കുള്ള യാത്രയാണ്, പക്ഷേ കൊട്ടാരക്കര ഗണപതി കോവിൽ കയറി അവിടെയൊക്കെ തൊഴുത് ശേഷമാണ് പോകുന്നത്. അത്യാവശ്യം നല്ല തിരക്കുണ്ട്, കാരണം അങ്ങോട്ടൊക്കെ പോകുന്ന എല്ലാവരും ഇവിടെ വരുന്നുണ്ടല്ലോ. രാവിലെ ഈ തിരക്കുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ ഫോട്ടോയും കാര്യങ്ങളൊക്കെ എടുത്ത ശേഷം അവിടെ നിന്ന് ഞങ്ങൾ പെട്ടെന്ന് തൊഴുത്തിറങ്ങി കേട്ടോ. ഒരു 3:45 4 മണിക്ക്. അപ്പോൾ ഇവിടെ വന്നു കഴിഞ്ഞാൽ ഈ ആനയായിട്ട് നിൽക്കുന്ന വീഡിയോ എടുക്കാളല്ലേ. അപ്പോൾ അതെടുക്കാൻ വേണ്ടി പിന്നെ എന്താ രാത്രിയല്ലേ എന്നാലും എടുത്ത ഇത്രയും ബസ്സുകൾ ആ സമയത്തിനോട് ഉണ്ടായിരുന്നത്. നമ്മൾ വലിയ ബസ്സിലല്ല, അതായത് ഇതുപോലെ ചെറിയൊരു ട്രാവലറായിട്ടാണ് പോയത്. അത് കഴിഞ്ഞ് നമ്മൾ നേരെ പോയത് ഏറ്റുമാനൂർ ശിവക്ഷേത്രം. ഇവിടെ ഞാൻ ആദ്യമായിട്ടാണ് പോകുന്നത്. എങ്ങും ഞാൻ പോയിട്ടില്ല. ഈ പോയ അമ്പലങ്ങളിലൊന്നും ഞാൻ പോയതായിട്ട് എനിക്ക് ഓർമ്മയില്ല, പോയിട്ടില്ലെന്നാണ് തോന്നുന്നത്. ഇപ്പം ഇതാണ് ക്ഷേത്രം കേട്ടോ. ഭയങ്കര വലിയൊരു ക്ഷേത്രമാണ് ഏറ്റുമാനൂർ ശിവക്ഷേത്രം. അപ്പം ഞങ്ങൾ പോയ എല്ലാ ക്ഷേത്രങ്ങളിലും ശിവനുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ എൻ്റെ ഇഷ്ടദൈവമായ ശിവം ദാ ഇത്രയും ഏരിയ ഉണ്ട് കേട്ടോ ഏറ്റുമാനൂർ ശിവക്ഷേത്രം. ചുറ്റിക്കറങ്ങി കാണാൻ തന്നെ കുറേ നേരം ഉണ്ട്. അതിനകത്ത് തന്നെ ഒരു നമ്മുടെ കൃഷ്ണൻ കോവിലെല്ലാം ഉണ്ട്. അപ്പം മറ്റേ നമ്മുടെ എന്താണ് ഈ അയ്യപ്പന്മാർ ഇഷ്ടം പോലെ ഉണ്ട്. അപ്പം നോക്കുക, അവിടെ കണ്ടോ നന്ദീനെ കെട്ടിയിട്ടേക്കുന്നത് കണ്ടോ. അവിടെ തന്നെ വളർത്തുന്നതാണ് കേട്ടോ. പുല്ലും കാര്യങ്ങളൊക്കെ കൊടുത്ത് വൃത്തിയായിട്ടൊക്കെ നല്ല വൃത്തിയായിട്ട് കാലിൽ തിടമ്പ എന്തോ സംഭവം ഇടുമല്ലോ, അതൊക്കെ ഇട്ട് നിൽക്കുന്നുണ്ട്. ഇതുപോലെ തിരക്കിൽ കൂടെയാണ് നമ്മൾ അകത്തോട്ട് പ്രവേശിച്ചത്. അത്ര തിരക്കായിരുന്നു കേട്ടോ. അപ്പോൾ ഫുള്ള് എണ്ണയും കാര്യങ്ങളൊക്കെയാണ്, വളരെ സൂക്ഷിപ്പലയും വീഴും അങ്ങനെയൊക്കെ ഉണ്ട്. നല്ലൊരു തണുത്ത ഒരു അന്തരീക്ഷമായിരുന്നു കേട്ടോ അവിടെ അകത്ത്. അങ്ങനെ പുറത്തിറങ്ങുമ്പോൾ നല്ല വെയിലുണ്ടായിരുന്നു. ഇഷ്ടംപോലെ ആൾക്കാരും ഉണ്ട് കേട്ടോ. ഞങ്ങൾ പിന്നെ അവിടെ കയറി ഇപ്പോൾ ഈ അമ്പലത്തിൻ്റെ ഏരിയ ആണ് കേട്ടോ അത്. അത് കഴിഞ്ഞ് നമ്മൾ നേരെ പോയി ചോറ്റാനിക്കര ഭഗവതി ക്ഷേത്രത്തിലാണ് കേട്ടോ. അങ്ങനെ അവിടെയും കുറേ നേരം പോയി. അപ്പോൾ അകത്ത് കയറാൻ ഭയങ്കര ക്യൂ ആണ് കേട്ടോ. ഞങ്ങളായിട്ട് കയറി നിന്ന് ലേറ്റ് ആക്കണ്ടെന്ന് വെച്ചിട്ട് ഞങ്ങൾ കയറിയില്ല. വെളിയിൽ നിന്നൊക്കെ തൊഴുതിയുള്ളൂ. പക്ഷെ കുറച്ച് പേരൊക്കെ അതിൻ്റെ കൂടെ ഒന്ന് കയറി. അപ്പോൾ അവിടെ ഒരു ആനയെ നിർത്തിക്കുന്നു. പിന്നെ അതിൻ്റെ കൂടെ നിന്നൊരു ഫോട്ടോയൊക്കെ ചേട്ടനെ കൊണ്ട് എടുപ്പിച്ച് ഡൈസിൽ ഫോട്ടോ എടുക്കുന്നത് കണ്ടപ്പോൾ ആനയ്ക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും പോസ് ചെയ്ത് നിന്നിട്ട് പോരാഞ്ഞിട്ട് ഇവൾമാർ മാത്രം എന്താ ഫോട്ടോ എടുക്കുന്നുള്ള ഒരു ഭാവത്തോടെ ആന നോക്കുമ്പോൾ പോസ് ചെയ്ത് കുറേ നേരത്തായിരിക്കും നിന്ന് കേട്ടോ. നമ്മൾ കുറേ ഫോട്ടോ എടുക്കുന്നതിന് വേണ്ടിയിട്ട്. അങ്ങനെ അവിടെ നിന്ന് കുറച്ച് കാര്യങ്ങളൊക്കെ സാധനങ്ങളൊക്കെ പർച്ചേസ് ചെയ്ത് നമ്മൾ ആദ്യം വണ്ടി കയറുന്നത് ഞങ്ങളാണ് കേട്ടോ. അങ്ങനെ അത് കഴിഞ്ഞ് നേരെ നമ്മൾ നല്ല ഒരു ഉച്ചഭക്ഷണം വെജിറ്റേറിയൻ ഹോട്ടലിൽ കയറി ഫുഡ് കഴിക്കാൻ കയറി. ഇവിടെ നിന്ന് നമ്മൾ നേരെ പോകുന്നത് എവിടെയാണെന്നറിയാവോ? തിരുവൈരാണിക്കുളത്തേക്കാണ് കേട്ടോ. ആ യാത്ര ഇച്ചിരി ലോങ് ആണ്. അതുകൊണ്ട് ഫുഡൊക്കെ കഴിച്ചിട്ട് നേരെ കയറി ഒരു ഉറക്കമൊക്കെ ഉറങ്ങിയിരിക്കും അങ്ങ് എത്തും. ഏകദേശം ഒരു 2 മണി 2:30 സമയമൊക്കെ ആയിട്ടുണ്ട് നമ്മൾ തിരുവൈരാണിക്കുളത്ത് എത്തുമ്പോൾ തന്നെ. അപ്പോൾ പോകുന്ന വഴിക്ക് ചെറിയൊരു കാഴ്ച കണ്ട് അങ്ങനെ അങ്ങ് എടുത്താണ്. ഒന്നും പറയാനില്ല, ആ ചേട്ടൻ പറപ്പിച്ച് വിട്ടതുകൊണ്ട് ആ ഒരു സമയത്ത് അങ്ങ് എത്തി. തിരുവൈരാണിക്കുളത്ത് എത്തി. ഇതാണ് ആ ക്ഷേത്രം കേട്ടോ. നല്ല തിരക്കായിരുന്നു തലേദിവസം വരെ. ഞങ്ങൾ പോകുമ്പോൾ എന്താണെന്നറിയത്തില്ല, അത്ര പറയത്തക്ക തിരക്കും കാര്യങ്ങളൊന്നും ഇല്ല. ഞങ്ങൾക്ക് വലിയ രീതിയിലൊന്നും ക്യൂ നിന്ന് മുഷിയേണ്ടി വന്നിട്ടില്ല. അവിടെ തന്നെ ഇത്രയും പേരുടെ ഫോട്ടോ വെച്ചിട്ടുണ്ട്, ഇവരെ സൂക്ഷിക്കാന്ന് വെച്ചാൽ. ഞങ്ങൾ അത്രയ്ക്ക് തിരക്കാണ് അവിടെ. അപ്പം ഞങ്ങൾ കേട്ടിട്ടുണ്ട് ഭയങ്കര നിന്ന് ക്യൂ നിന്ന് ഊപ്പാട് വരും എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പം ഞങ്ങൾ കയറിയപ്പോൾ തന്നെ എല്ലാ ക്ഷേത്രത്തിനും മുന്നിൽ വെച്ച് ഞങ്ങൾ മൂന്നുപേരും ഓരോ ഫോട്ടോ എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അത് കഴിഞ്ഞത് ആ വെർച്വൽ ക്യൂ അങ്ങാണ് ആ കാണുന്നത്. നമ്മുടെ പെട്ടെന്ന് ഓടുകയാണ് കൂടെ വന്നില്ലായിരുന്നു. ഞാൻ ജസ്റ്റ് ഒരു വീഡിയോ എടുത്തിട്ട് ഞാനും വരെ ഇവിടെ വെച്ച് വിട്ടു കേട്ടോ. വെർച്വൽ ക്യൂ മേളിൽ ഉണ്ട്. അപ്പോൾ കുറച്ച് ദൂരം അങ്ങ് ഇത്രയും ക്യൂവേ ഉള്ളൂ, ഒരേ ലൈനിൽ നിൽക്കാന്നുള്ള ക്യൂവേ ഉള്ളൂ. ഇത്രയും ഭാഗം കെട്ടിയിട്ടേക്കുന്നത് ഇന്നലെയൊക്കെ ഇവിടെ ഫുള്ളായിരുന്നാണ് അവിടെ നിൽക്കുന്നവർ പറഞ്ഞു കേട്ടോ. പക്ഷെ നമുക്ക് എന്താണെന്നറിയത്തില്ല, 2:30-3 മണി സമയമായി. എന്നാലും നമുക്ക് വലിയ രീതിയിൽ നിൽക്കുന്നത് ഇതുപോലെ അങ്ങ് ഓടി ഓടി പോകുന്ന രീതിയിലുള്ള ക്യൂ ആയിരുന്നു കേട്ടോ. അപ്പോൾ വളരെ സന്തോഷമുണ്ട്. ഈ ഒരു സമാധാനം, ഇത്രയും ക്യൂ നിന്ന് പോയി തൊഴുതിട്ട് വന്ന ആൾക്കാരെ എക്സ്പീരിയൻസ് പറഞ്ഞ സ്ഥിതിക്ക് നമ്മൾ പോകുമ്പോഴത്തേക്ക് ഈ ഒരു രീതിയിലല്ലേ ഉള്ളായിരുന്നു ക്യൂ. പിന്നെ അവിടുത്തെ പ്രധാന വഴിപാടെന്ന് വെച്ച് കഴിഞ്ഞാൽ മഞ്ഞൾ അങ്ങനെയൊക്കെ ഇതുപോലെ സംഭവങ്ങൾ പറയിടുക എന്നുള്ളത്. അപ്പം ഞാനും ഒക്കെ ഇട്ട് ഞങ്ങൾ 3 ഇട്ടായിരുന്നേ. അപ്പോൾ അവിടെ നിന്ന് പിന്നെ ഞങ്ങൾ ഒരു അരവണയൊക്കെ ഉണ്ട്. അപ്പോൾ അരവണയൊക്കെ വാങ്ങിയിട്ട് ഞങ്ങൾ നേരത്തെ അതുപോലെ തന്നെ നേരത്തെ ഇറങ്ങി തൊഴുതിറങ്ങി 3 പേരോട് പോയി ആ സാധനങ്ങൾ വാങ്ങിച്ച് ഒരു ഐസ്ക്രീമൊക്കെ കുടിച്ച് നമ്മൾ നേരെ വണ്ടിയിൽ പോയിരുന്നു. അപ്പോൾ അടുത്ത് പിന്നെ നമ്മൾ പോയത് ആലുവ ശിവക്ഷേത്രത്തിലാണ് കേട്ടോ. അപ്പോൾ ഏകദേശം എല്ലാവരും ഇറങ്ങി വരാൻ ലേറ്റ് ആയതുകൊണ്ട് തന്നെ പന്തളം കൊട്ടാരത്തിൽ നമുക്ക് പോകാൻ പറ്റിയില്ല. ആലുവ ശിവക്ഷേത്രത്തിൽ കയറുമ്പോൾ തന്നെ ലേറ്റായി. സൂര്യ അസ്തമിക്കുന്ന സമയമായി. അസ്തമിച്ച് നമ്മളങ്ങ് എത്തിയതും അങ്ങ് അസ്തമിച്ച് മേഘങ്ങളുടെ ഇടയിലോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. എന്നാൽ നോക്കുമ്പോൾ വീണ്ടും കയറി വരുന്നുണ്ടല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട് വീഡിയോ എടുത്തു കേട്ടോ. ഈ ക്ഷേത്രം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമായിരിക്കും. എന്തോ വെള്ളം കയറുന്ന സമയത്ത് അമ്പലം മൊത്തം മുങ്ങും എന്നൊക്കെയാണ് പറഞ്ഞ് കേട്ടത്. എനിക്കത്ര അറിയില്ല, അറിയാമെന്നുള്ളതൊക്കെ പറഞ്ഞില്ല. അപ്പോൾ അവിടെയും അത്യാവശ്യം തിരക്കും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഇതാണ് ആലുവ ശിവക്ഷേത്രം കേട്ടോ. ഇതും വലിയ അമ്പലം തന്നെയാണ് കേട്ടോ. അപ്പോൾ ഞങ്ങൾ അവിടെ നിന്ന് ഓരോരുത്തർ രാവിലെ പോയ മേക്കപ്പ് ഇട്ട് പോയെല്ലാം കുറഞ്ഞ് എല്ലാം തീർന്ന് രാത്രി ആയപ്പോഴത്തേക്ക്.
അപ്പോൾ അവിടെ തന്നെ ഫ്രണ്ടിൽ നന്ദി വെച്ചിട്ട് അവിടെ ആൾക്കാരെല്ലാവരും ചെയ്യുമ്പോൾ നന്ദിരത്തെ കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ട് ഇതൊക്കെ ചെയ്തിരുന്നു അത് ചെയ്തിരുന്നൊക്കെ പറയുന്നുണ്ട്. ഞങ്ങളിതിനെ പോയില്ല. എല്ലാവരും കൂടെ ദൈവത്തിന് കേൾക്കാൻ പറ്റുമോ. നമ്മൾ പിന്നെ തിരിച്ചത് നേരെ മൃദുവൊക്കെ മുറിച്ച് നോൺ വെജ് ആയിട്ട് ഫ്രൈ ഒക്കെ കൂട്ടി ബെറോട്ടയൊക്കെ അടിച്ച് നേരെ പിന്നെ വണ്ടി കയറി പിന്നെ കുറച്ച് നേരം ഡാൻസും പാട്ടും കാര്യങ്ങളായിട്ട് മുന്നോട്ട് പോകാമെന്ന് വിചാരിച്ചു. ചെറിയ വണ്ടി ആയതുകൊണ്ട് തന്നെ നമുക്ക് വലുതായിട്ടൊന്നും ഡാൻസ് പറ്റിയില്ല. കാലൊക്കെ വേദനിക്കും. കാരണം ഒരു കണക്ക് നിൽക്കാനൊന്നും പറ്റുന്നില്ല കേട്ടോ. പിന്നെ ഉള്ളത് കൊണ്ട് ഓണം പോലും നിനക്ക് പോയ വഴിക്ക് നമ്മളെല്ലാവരും കൊണ്ട് 2-3 സ്റ്റെപ്പൊക്കെ വെച്ച് കേട്ടോ. അപ്പോൾ അത് കുറച്ച് കാണാം നമുക്ക്. അങ്ങനെ പറ്റുന്ന പോലെ ഡാൻസും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് പോകുമ്പോഴത്തേക്ക് നല്ല ആകാശദീപം കഴിച്ച ഏതോ പള്ളിയിലെ പരിപാടിയാണ് കേട്ടോ. അപ്പം ഞാൻ ജസ്റ്റ് അതും വീഡിയോ എടുത്ത് പോയതാണ്. അപ്പോൾ നമ്മുടെ വീഡിയോ ഇത്രയൊക്കെ ഇഷ്ടപ്പെടും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ ആദ്യമായിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക.